ഹായ്, ഇന്നൊരു ദോശ റെസിപ്പിയാണ് കേട്ടോ. ഇതിന് അടദോശ എന്നാണ് പറയുന്നത്. എന്നാൽ അടയായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇതിന് അമ്യാരട എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇനി വേറെ വല്ല പേരുണ്ടോയെന്നറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതിന് ആരോഗ്യദോശ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എല്ലാ ധാന്യങ്ങളും ഇട്ട് അരച്ചുണ്ടാക്കുന്നതാണ്. അത് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ധാന്യങ്ങളെല്ലാം കൂടി ഒരു 4-5 മണിക്കൂർ കുതിർത്താനായിട്ട് വയ്ക്കുക. കടലയുള്ളതുകൊണ്ട് അത് കുറച്ച് കൂടുതൽ നേരം കുതിർത്തുന്നതാണ് നല്ലത്. ഇനി കുരുമുളക് ഒരു 1.5 ടീസ്പൂൺ. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഇത്രയും ധാന്യങ്ങളും ഇത് എടുത്ത് വെക്കണതുകൊണ്ട് ഞാൻ 1.5 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2 എണ്ണം എടുത്തു. ഇതിൽ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളകും പച്ചമുളകും പിന്നെ ചുവന്ന മുളകും എടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. 3 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ 2-3 ചെറിയ ഉള്ളി. അത് കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല. 5 എണ്ണം വരെയൊക്കെ ആവാം വലിയ ഉള്ളിയാണെങ്കിൽ. പിന്നെ കായമാണ് വേണ്ടത്. കായം ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയാണ് ആവശ്യം. ഒരു 3 തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. അത് 2 തണ്ടും കൂടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത്ര ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. കറിവേപ്പില അതിൽ അരഞ്ഞ് ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. പിന്നെ നിങ്ങൾ പച്ചരി എടുക്കുമ്പോൾ പച്ചരിയും ചുമന്നരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പച്ചരി മാത്രമായിട്ടും എടുക്കാം. പിന്നെ മറ്റ് ധാന്യങ്ങളെക്കാട്ടിലും കുറവ് അളവ് അരി എടുത്താൽ മതി. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം കൂടി അരച്ചെടുക്കണം. എല്ലാം കുതിർന്നതിന് ശേഷം നമുക്ക് കുറേശ്ശെ എടുത്ത് അരച്ചെടുക്കാം. പാത്രം നിറയിട്ട് അരയ്ക്കണ്ട. പിന്നെ മുളക് എല്ലാം ഒന്ന് മുറിച്ചിടുന്നത് നല്ലത്. എന്നാലേ അരഞ്ഞു കിട്ടുള്ളൂ നല്ലോണം. കായം നമുക്ക് അവസാനം ചേർത്താൽ മതി. എല്ലാം അരച്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. ആദ്യം കുറേശ്ശെ വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ അരച്ചിട്ടുണ്ട്. ഇത് ഒരു തരിതരിപ്പായിട്ടാണ് അരച്ചെടുത്തേക്കണേ. അത് ഇങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ആവാം. സ്മൂത്തായിട്ട് പേസ്റ്റ് പോലെ ആക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും അരയ്ക്കാം, മറ്റ് ദോശ അരയ്ക്കണ പോലെ. പക്ഷേ ഇങ്ങനെ തരിതരിപ്പായിട്ട് അരയ്ക്കുമ്പോഴാണ് അതിൻ്റെ ആ ധാന്യങ്ങളൊക്കെ ചെറിയ ഇതായിട്ടുള്ളത് കടിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് ടേസ്റ്റ്. അതിങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ബാക്കിയുള്ള എല്ലാം അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കാണാൻ പറ്റുമോയെന്നറിയില്ല നിങ്ങൾക്ക്. അത് വേപ്പിലയാണ് കേട്ടോ കിടക്കുന്നത്, ചെറിയ തരിതരിയായിട്ട്. അതായത് ലാസ്റ്റ് നമ്മൾ ഒരു തണ്ട് വേപ്പില അരച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. നന്നായിട്ട് അരയ്ക്കണ്ട. അപ്പോൾ ഇങ്ങനെ തരിതരിയായിട്ട് കിട്ടും. അത് കാണാനും ഭംഗിയാണ്. വേപ്പില അടുപ്പത്ത് കിടന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ അതും ടേസ്റ്റാണ്. ഇനി ആവശ്യത്തിനുള്ള കായപ്പൊടിയും ഉപ്പും ഇടാം. എന്നിട്ട് നന്നായി ഇളക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് ലൂസാക്കി എടുക്കുക. നല്ല ലൂസാക്കണ്ട. അധികം ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇതിങ്ങനെ തരിതരിയായിട്ടല്ലേ നമ്മൾ അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കുക. ഈ ദോശക്കല്ല് ചൂടാകുമ്പോൾ നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്ത്
പരത്തിയെടുക്കുക. അത് ചൂട് നമ്മൾ നോക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കണ്ട, മീഡിയത്തിൽ വെച്ച് ചൂടാക്കിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് മാവ് പരത്തി കൊടുക്കുക. നമ്മൾ സാധാരണ ദോശ പരത്തുന്ന പോലെ പെട്ടെന്ന് എളുപ്പത്തിൽ പരത്താൻ പറ്റില്ല. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഈ ഓയിലും വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് അതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിലായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതിൻ്റെ അരികിനൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരു നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ അങ്ങനെ ഇത്തിരി കുഴിയുള്ള ഇതിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അത് നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ മൊരിഞ്ഞ് മൊരിഞ്ഞ് വരും അരികൊക്കെ. അതാണ് കൂടുതൽ സ്വാദുണ്ടാവുക. ഇങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഒരു വശം ഒന്ന് ലേശം മൊരിഞ്ഞ പോലെ ആവുമ്പോൾ മറിച്ചിട്ടാൽ മതി, ഇല്ലെങ്കിൽ പൊട്ടിപ്പോവും. ലോ ഫ്ലെയിമിൽ വെച്ചേക്കണോണ്ട് കരിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ സാവധാനം ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി കട്ടി കൂടിയ ഭാഗങ്ങളുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അവിടേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ മാവ് അരച്ചിട്ട് നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കി കഴിക്കാം. ഇതിനു മുമ്പ് ഞാനിട്ടിരുന്ന തേങ്ങ അരച്ച ദോശ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാവ് ഇതുപോലെ തന്നെയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ പുറത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് നേരെ വച്ചാൽ മതി. ഇങ്ങനെ രണ്ട് വശവും മറിച്ചും തിരിച്ചു വിട്ടിട്ട് മരിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് മൊരിച്ചെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാൻ പാടാത്തവർ അതൊന്നും ചെയ്യണ്ട. ഇവിടെ 3 ദോശ ഉണ്ടാക്കിയെടുത്തു ഞാൻ. ഇതുപോലെ നന്നായിട്ട് മൊരിച്ച് നല്ലോണം എടുക്കുക. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ലോണം മൊരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ പഞ്ചസാര കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ ചമ്മന്തിയോ ഒക്കെ കൂട്ടി കഴിക്കാം. ഈ ചമ്മന്തി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചട്നിയുടെ. ആ ചട്നിയാണ്. അപ്പോൾ ഇത് കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തുക. പിന്നെ ഇതിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വീട്ടിലുള്ള എല്ലാവരോടും പറയുക, ഫ്രണ്ട്സിനോടൊക്കെ പറയുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.